നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു റീൽസ് താരം ജുനൈദിന്റെ മരണം. അപകട മരണമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ ജുനൈദിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിരിക്കുകയാണ്. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോലീസ് കണ്ടെത്തി. വാഹന അപകടത്തിന് കാരണം ജുനൈദ് മദ്യപിച്ചതാണ് എന്നാണ് പോലീസ് നിഗമനം എത്തിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ ശരീരത്തിൽ മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. രക്തത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുക എന്ന തീരുമാനത്തിലാണ് പോലീസ് ആയിരിക്കുന്നത്. അപകടമുണ്ടായ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ജുനൈദ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നുവെന്ന് ഈ അപകടത്തിന് തൊട്ട് മുന്നേ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരാൾ വിളിച്ച് അറിയിച്ചിരുന്നു. ആ വ്യക്തിയുടെ മൊഴി അടക്കം രേഖപ്പെടുത്താനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. വൈകിട്ട് 5:20 മഞ്ചേരിയിൽ നിന്ന് വഴിക്കടവ് ഭാഗത്തേക്ക് വരുമ്പോൾ ജുനൈദിന് ഇത്തരത്തിൽ ഒരു ജീവൻ നഷ്ടമാകുന്ന തരത്തിൽ അപകടമുണ്ടായത്. ഈ ഇടയ്ക്കായിരുന്നു ജുനൈദ് ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. അപ്പോൾ ഈ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ട് മടങ്ങവെയാണ് അപകടം എന്ന ഒരു വിവരവും പുറത്തു വരുന്നുണ്ട്. റോഡരികിൽ രക്തം വാർന്ന നിലയിൽ കിടക്കുന്ന ജുനൈദിനെ ബസ് ജീവനക്കാരാണ് ആദ്യം കണ്ടത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. തലയുടെ പിൻഭാഗത്താണ് പരിക്കേറ്റത്. ഇതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് വിവരം. ടിക്ടോക്ക് താരവും ബ്ലോഗറും കൂടിയായിരുന്നു ജുനൈദ്. ഈ ഒരു മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്ന സംശയം ശക്തമായിരുന്നു. കാരണം ഈ പീഡനക്കേസിൽ അറസ്റ്റിലാകുന്നു, ജാമ്യത്തിൽ ഇറങ്ങുന്നു, തൊട്ടു പിന്നാലെ മരണം സംഭവിക്കുന്നു. അപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ ഒരു അസ്വാഭാവികത മരണത്തിലുണ്ടോ എന്നതടക്കമുള്ള സംശയമൊക്കെ ശക്തമായിരുന്നു. എന്തായാലും ആ ഒരു സംശയത്തിൽ മഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണമാണ് മരണത്തിലൊരു ദുരൂഹതയില്ല എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിച്ചത്. സ്ഥലത്തെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചിരുന്നു. മാത്രമല്ല, ഈ മരണത്തിൽ ജുനൈദിന്റെ കുടുംബം പരാതി നൽകിയിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. മഞ്ചേരി തൃക്കലങ്ങോട് മരത്താണി വളവിൽ റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് എന്നാണ് നിഗമനം. റോഡരികിൽ രക്തം വാർന്ന നിലയിൽ കിടക്കുന്ന ജുനൈദിനെ ബസ് ജീവനക്കാരാണ് ആദ്യം കണ്ടത്. ഉടൻ തന്നെ ഇവർ രക്ഷാപ്രവർത്തനം നടത്തി. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉടൻ തന്നെ പ്രവേശിപ്പിച്ചു. തലയുടെ പിൻഭാഗത്തായിരുന്നു പരിക്കേറ്റത്. അറിയപ്പെടുന്ന ഒരു ടിക്ടോക്ക് താരം ബ്ലോഗറും കൂടിയായിരുന്നു ജുനൈദ്. ഈ ഇടയ്ക്കായിരുന്നു ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് ജുനൈദ് അറസ്റ്റിലായത്. അതായത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിലായിരുന്നു ജുനൈദിനെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരു എയർപോർട്ട് പരിസരത്ത് വെച്ചായിരുന്നു പോലീസ് ജുനൈദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. മാത്രമല്ല, ഇവരുടെ ഫോട്ടോകൾ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ജുനൈദിന് നേരെ ഉയർന്നത്. ഈ മാസം ആദ്യത്തോടെയായിരുന്നു ഈ വ്ളോഗർ ജുനൈദ് ഈ ഒരു കേസിൽ പിടിയിലായത്. ജുനൈദ് സമൂഹ മാധ്യമത്തിലൂടെ യുവതിയുമായി പരിചയപ്പെട്ടു. ആ ബന്ധം പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി 2 വർഷത്തോളം ലോഡ്ജുകളിലും ഹോട്ടലുകളിലും എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവതി പരാതി നൽകിയത്. ഹോട്ടലുകളിൽ വെച്ച് ജുനൈദ് യുവതിയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തിയിരുന്നുവെന്നും സമൂഹ മാധ്യമം വഴി ഈ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് യുവതിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നും ഇയാൾക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു. യുവതി പരാതി നൽകിയ വിവരം അറിഞ്ഞതോടെ ജുനൈദ് വിദേശത്തേക്ക് കടക്കാൻ ശ്രമം നടത്തി. ഈ വിവരം അറിഞ്ഞ മലപ്പുറം പോലീസ് പ്രതിയെ ബംഗളൂരു വിമാനത്താവളത്തിന്റെ പരിസരത്ത് വെച്ചായിരുന്നു അറസ്റ്റ് ചെയ്തത്. വഴിക്കടവ് സ്വദേശി ചോയ്ത്തല വീട്ടിൽ ജുനൈദിനെ മലപ്പുറം പോലീസ് സ്റ്റേഷൻ SHO P. വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. പ്രതി യുവതിയുമായി സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത്. ശേഷം ഹോട്ടലുകളിലും മറ്റ് വിവിധ പ്രദേശങ്ങളിലും എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. നഗ്ന ഫോട്ടോകൾ പകർത്തുകയായിരുന്നു. ഇത്തരത്തിൽ വലിയൊരു ആരോപണമാണ് ജുനൈദ് നേരിട്ടത്. ഈ ഒരു കേസിൽ ജുനൈദ് അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. അതിൽ ജാമ്യത്തിലിറങ്ങി ദിവസങ്ങൾ പിന്നിടുന്നതിന് മുന്നേ ഈ ഒരു വാഹന അപകടത്തിൽ മരണപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന ചോദ്യം ഇവിടെ ശക്തമാവുകയാണ്. പക്ഷേ അസ്വാഭാവികത ഇല്ല എന്ന് പോലീസ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള കമൻറ്റുകളാണ് വരുന്നത്. അതായത് ജീവിച്ചിരുന്ന കിട്ടാത്തതൊക്കെ മരണശേഷം തേടി വരുന്ന അത്ഭുതമാണ് അത്രേ ജീവിതം എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് ജുനൈദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പ്രത്യേകിച്ച് ജുനൈദിന്റെ വ്ളോഗുകളൊക്കെ വലിയ രീതിയിൽ പരിഹസിക്കുകയും ട്രോളുകയും ഒക്കെ ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാകും എന്നതടക്കമുള്ള ഒരു ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നത്. ആരെയും നമ്മൾ വേദനിപ്പിക്കരുത്. ഈ ജുനൈദ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കട്ടെ, ദൈവം പൊറുക്കട്ടെ എന്നതടക്കമുള്ള പ്രതികരണങ്ങളും ശക്തമാണ്. മാത്രമല്ല, മുൻ
മുന്നേ വന്ന വിവാദങ്ങളിൽ എന്താണ് സത്യമെന്ന് പോലും അറിയാതെ പലരും വളരെ മോശമായ രീതിയിൽ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും കാണാനിടയായി എന്നും സത്യം എന്താണ് എന്നത് ദൈവത്തിന് മാത്രം അറിയാമെന്നും എന്തായാലും മരണം കഴിഞ്ഞപ്പോൾ ജുനൈദ് നല്ലവനായി പ്രാർത്ഥനയായി ഇപ്പോൾ കളിയാക്കിയവർക്കൊക്കെ നല്ല സങ്കടവുമായി കാണും. ഇനി എങ്ങനെ പൊരുത്തപ്പെടിപ്പിക്കും നിങ്ങൾ എന്നതടക്കമുള്ള കമൻറ്റുകളും നിറയുന്നുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയില്ലെങ്കിൽ നമ്മൾ മൗനം പാലിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു എന്നതടക്കമുള്ള കമൻറ്റുകളും ഈ ഒരു സാഹചര്യത്തിൽ ശ്രദ്ധേയമാവുകയാണ്. ആരെയും നമ്മൾ വേദനിപ്പിക്കരുത്. ജുനൈദ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം തന്നെ അത് നോക്കട്ടെ എന്നതടക്കമുള്ള കമൻറ്റുകളും മാത്രമല്ല ഇപ്പോൾ മരണശേഷം ആർക്കും ജുനൈദിനെ കുറ്റം പറയണ്ടല്ലേ, ഒരാൾ മരിക്കണമല്ലേ അയാളെക്കുറിച്ച് നല്ലത് പറയാൻ. ജുനൈദിനെ ട്രോളിയവരോട് ഒരു ചോദ്യം, എങ്ങനെ തിരിച്ചെടുക്കും നിങ്ങളുടെ വാക്കുകൾ? ആര് നന്നാവാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വേറെ ഒരാൾ വരും അവർക്ക് ട്രോളാൻ, കഷ്ടം തന്നെ എന്നതടക്കമുള്ള കമൻറ്റുകളും വരുന്നുണ്ടായിരുന്നു ജുനൈദിൻ്റെ മരണത്തിന് പിന്നാലെ. മാത്രമല്ല ഞാൻ തമാശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ട്രോളിക്കൊണ്ട് കുറേ കമൻറ്റ് കളിയാക്കിക്കൊണ്ട് ഇട്ടിരുന്നു, ഞാനിപ്പോൾ മാപ്പ് ചോദിക്കുന്നു എന്നതടക്കമുള്ള കമൻറ്റുകളും ജുനൈദിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ കമൻറ്റ് ബോക്സുകളിൽ നിറയുന്നുണ്ടെന്നതും ശ്രദ്ധേയമാണ്. നിന്നെ കുറ്റം പറഞ്ഞവരും ഒറ്റപ്പെടുത്തിയവരും ഒക്കെ ഇപ്പോൾ നല്ലത് പറയുകയാണ്. അത് കേൾക്കാൻ നീ മാത്രമില്ല സഹോദര എന്നതടക്കമുള്ള കമൻറ്റുകളും ജുനൈദിൻ്റെ കമൻറ്റ് ബോക്സിൽ നിറയുകയാണ്. ഇത്തരത്തിൽ വളരെ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയ ജുനൈദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വൈകാരികമായ രീതിയിലാണ് പ്രതികരിക്കുന്നത്. അതായത് കളിയാക്കിയവരൊക്കെ മാപ്പ് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ കളിയാക്കിയവരൊക്കെ ഒരു കുറ്റബോധം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കമൻറ്റുകളും ഇപ്പോൾ ജുനൈദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ശക്തമാവുകയാണ്. എന്തായാലും ഈ വ്ലോഗർ ജുനൈദിൻ്റെ മരണം സോഷ്യൽ മീഡിയയിൽ വലിയ ഷോക്കായി മാറിയിരുന്നു. കാരണം ജുനൈദിനെ വളരെ വലിയ രീതിയിൽ ട്രോൾ ചെയ്യവരുണ്ട്. ജുനൈദിൻ്റെ ഈ ഒരു ഡാൻസും അതുപോലെ തന്നെ അതൊക്കെ ട്രോൾ ചെയ്യവരും കളിയാക്കിയവരും ഒക്കെ നിരവധി പേരാണ്. അവരൊക്കെ സംബന്ധിച്ച് വലിയൊരു നടുക്കമുളവാക്കുന്നതായിരുന്നു ഈ ഒരു വാർത്ത. എന്തായാലും ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടേതായ രീതിയിലുള്ള കഴിവുകൾ അവർ പ്രകടിപ്പിക്കുമ്പോൾ അതിനെ കളിയാക്കുക, ട്രോളുക എന്നത് വലിയൊരു പ്രവണതയാണ്. മാക്സിമം അവരെ വല്ലാതെ അങ്ങ് ദ്രോഹിക്കുക, കമൻറ്റുകളിലൂടെയും കളിയാക്കിയും ഒക്കെ വല്ലാതെ ദ്രോഹിക്കുന്നതും സോഷ്യൽ മീഡിയയിലെ ഒരു പ്രവണതയായി ഒരു തെറ്റായ പ്രവണതയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇരകളാകുന്ന ഒരുപാട് പേരുണ്ട്. പലപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നു തരുന്ന ഒരു കവാടമുണ്ട്, നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇടം കണ്ടെത്താൻ തുറന്നു വെച്ചിരിക്കുന്ന ഒരു കവാടമാണ്. ആ കവാടത്തിലൂടെ പലരും കടക്കുമ്പോൾ പലപ്പോഴും പലരും വിമർശനങ്ങളും കളിയാക്കലുകൾക്കും വിധേയരാകാറുണ്ട്. പക്ഷേ നമ്മൾ മരിക്കുന്നത് വരെ ഉള്ളൂ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ എന്ന് ചിന്തിക്കുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചെയ്യുന്നില്ല. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യൻ അവരുടെ സന്തോഷത്തിനായി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഉറപ്പായിട്ടും അതിനെ കളിയാക്കാതിരിക്കുക. മറ്റ് മോശം കാര്യങ്ങൾ തീർച്ചയായിട്ടും വിമർശിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അതൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങൾ മോശമായിട്ട് തന്നെ കാണുക. അല്ലാത്ത കാര്യങ്ങൾ, അല്ലാതെ ഇത്തരത്തിൽ ഡാൻസ് കളിക്കുന്നതൊന്നും ഒരു കളിയാക്കൽ അല്ലെങ്കിൽ ഒരു ട്രോൾ ചെയ്യപ്പെടേണ്ട വസ്തുവാണ് എന്ന ഒരു ചിന്താഗതി തന്നെ വളരെ മോശമാണ്. അതിന് ഒരു ഇരയായിരുന്നു ജുനൈദ് എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും ഇപ്പോൾ ട്രോളിയവർക്കും കളിയാക്കിയവർക്കുമൊക്കെ വളരെ മനസ്താപം വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.